ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AKG വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. അതാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ എനിക്ക് സ്മിട്ടൺ ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ 4 ബോട്ടിൽ എങ്ങാനോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 ബോട്ടിൽ കഴിഞ്ഞു, ഇത് 3ാമത്തെ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സ്മിട്ടൺ ആപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ആപ്പ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഫുൾ ബോട്ടിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ അങ്ങനെ കരുതിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഞാൻ കൊടുത്തതിലൊക്കെ അധികം ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ 2ാമതും ഇത് കൊടുത്തു, പിന്നെ 3ാമതും കൊടുത്തു. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 2 തവണ ഞാൻ മേടിച്ചതും 2 തവണ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കൊടുത്തു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 149 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വിലയൊക്കെ ഉണ്ട്. പൈസ കൊടുത്തു വാങ്ങുവാണെങ്കിൽ 149 രൂപയാണ്. ഇത് വരുന്നത് 50 ml ആണ്. 50 mlന് 149 രൂപയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, കണ്ടില്ലേ? ഒരു കുട്ടി പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ ഇതിങ്ങനെ തുറന്നിട്ടാണ് നമ്മൾ എടുക്കുക, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ കയ്യിൽ ഉറ്റിക്കൊരു 3-4 തുള്ളി ഇങ്ങനെ ഉറ്റിച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് കോട്ടൺ തുണിയോ പാഡിലോ ആക്കിയിട്ട് ഫേസിൽ നന്നായിട്ട് തുടച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീൻ ടീ ടോണർ ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പ്, അതായത് ഞാൻ പറയുകയാണെങ്കിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കും, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നുകാർക്കും, കോമ്പിനേഷൻ സ്കിന്നുകാർക്കും, ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, എല്ലാ സ്കിൻ ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണറാണിത്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അടിപൊളിയാണ്. ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കൂളിംഗ് ഒക്കെ തോന്നും. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, പൊള്ളലൊന്നും വരത്തില്ല. അത് നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് അബ്സോർബ് ആയിട്ട് പോകും. ടോണർ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, പാറ്റേറ്റ് ഫ്രീ ആണ്, പിന്നെ ആനിമൽ ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പേടിക്കാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് ഓപ്പൺ പോഴ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോഴ്സ് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പോഴ്സിൽ ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഓയിലി സ്കിന്നുകാർക്ക് അവരുടെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ടോണർ അപ്ലൈ ചെയ്യുക. അത് ഏത് ടോണർ ആണെങ്കിലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ടോണർ അപ്ലൈ ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വാക്കുകളില്ലാതെ തന്നെ പറയാം, അത്രയ്ക്ക് നല്ല ടോണറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പറ്റിയത് ചിലപ്പം നിങ്ങൾക്ക് പറ്റിക്കോളണമെന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടോണറാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ടോണറാണ് കേട്ടോ. ടോണർ ലൈറ്റ് വെയിറ്റ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ തുള്ളി എടുക്കുകയാണ് കേട്ടോ, കയ്യിലേക്ക് ഇങ്ങനെ ഒരു 3-4 തുള്ളി എടുക്കുന്നുണ്ട്. 3-4 തുള്ളിയല്ല കേട്ടോ, ഞാൻ കുറച്ച് എടുക്കാറുണ്ട്, 5-6 തുള്ളിയൊക്കെ എടുക്കാറുണ്ട്. ആദ്യം യൂസ് ചെയ്തപ്പോൾ ഒരു 3-4 തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ. അതിങ്ങനെ ഫേസുമായിട്ട് അബ്സോർബ് ആകും. പിന്നെ നമ്മൾ ചെയ്യുമ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ച് തുടയ്ക്കുന്ന പോലെ നമ്മളിങ്ങനെ ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫേസുമായിട്ട് അതങ്ങ് അബ്സോർബ്. നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പറയുന്നത് കോമ്പിനേഷൻ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇതെല്ലാ സ്കിൻ ടോണും യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എൻ്റേത് ഡ്രൈ സ്കിൻ ആണ്, എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്രീൻ ടീയും ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ തന്നെ ഗ്ലിസറിനുമാണ്. ടീ എന്ന് പറയുന്നത്
നമ്മുടെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ജനറലി എക്സ്ഫോളിയേറ്റ് ഡെഡ് സ്കിൻ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ സ്മൂത്തൻ സ്കിന്നാണ്, അതായത് നമ്മുടെ സ്കിൻ സ്മൂത്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഇത് നോറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും ഈ ഒരു ടോണർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഇത്രയാണ് ഈ ഒരു ടോണറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഷുവറായിട്ടും ഈ ഒരു ടോണർ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്മിട്ടൺ ആപ്പിൽ കൂടെ ട്രയൽ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫുൾ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ടോണർ ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കമൻസിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു ടോണറിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ബയോയിലോ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.